കുട്ടികൾ ആഗോള അറിവുകൾ നേടി സാങ്കേതിക മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടുന്നില്ല എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി ശ്രീപദ് യശ്വന്ത് നായിക്. ബാലഗോകുലം ഉത്തരകേരളം 51ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി. ബാലഗോകുലം ഉത്തരകേരളം 51ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശ്വന്ത് നായിക്കിന് കാസർഗോഡ് ചിന്മയ ഹാളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ആഗോള അറിവുകളുമായി ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും കുട്ടികൾ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടുന്നില്ലെന്ന കാര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സത്യത്തോടൊപ്പം നിലകൊണ്ട് കുട്ടികളെ ഉത്തരവാദിത്വപ്പെട്ട പൗരന്മാരാക്കുക ബാലഗോകുലത്തിന്റെ കടമയാണ്. ഓരോ വീടും ഓരോ ഗോകുലങ്ങളായി മാറണമെന്നും കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി പ്രവർത്തകരോട് പറഞ്ഞു. We live in an era of rapid technological advancement and globalization. While we want our children to acquire the global knowledge and skill, we must ensure that they do not lose their culture. To the parents and the thousands of the selfless Karyakartas gathered here, your role is paramount. The environment we provide today will dictate the trajectory of our country tomorrow. Continue supporting Balagokulam efforts. Let every home become a Gokulam where values are practiced daily. ബാലഗോകുലത്തിലെ അംഗങ്ങൾ മഹത്തായ സംസ്കാരത്തിന്റെ പ്രകാശവാഹകരാണ്. സൗഹാർദ്ദത്തിന്റെയും ആധ്യാത്മിക ഊർജത്തിന്റെയും പാഠങ്ങൾ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പകർന്നു നൽകണമെന്നും കേന്ദ്രമന്ത്രി പ്രവർത്തകരോട് പറഞ്ഞു. ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.